സ്ട്രാറ്റജിയും ടാക്ടിക്സും ഉണ്ട്. രണ്ടും ഒന്നാ, അർത്ഥം ഒന്നാ. നാസർ സാർക്ക് 8000 സ്റ്റുഡൻസ് അല്ലേ പറഞ്ഞത്? സ്റ്റുഡൻസ് ഇട്ടത് 8000 സ്റ്റുഡൻസ് ഉള്ളത് 80,000 സ്റ്റുഡൻസ് 8000 ആക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും നാസറെ? 16 വർഷം. 16 വർഷം. അതായത് ഒരു വർഷം ഏകദേശം 500 ഓൾമോസ്റ്റ് അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണേ, കണ്ടോട്ടോ. സ്ട്രാറ്റജി 80,000 ആക്കാൻ എത്ര സമയം വേണ്ടി വരും? 16 വർഷം കൊണ്ട് 8000 ആക്കിയ ആളെ എങ്ങനെ 2 വർഷം കൊണ്ട് 80,000 ആക്കണത്? ആ തിയറി. ആ തിയറി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. അതൊന്നും ഒന്നുകൂടി മൈക്കിൽ പറഞ്ഞേ, അത് പിടിച്ചേക്കണം കേട്ടല്ലോ. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് ഫുള്ളായിട്ട് മാറും. അതാണ് സ്ട്രാറ്റജി. പായൽ സ്ട്രാറ്റജി. കൊള്ളാലോ, പുതിയ സ്ട്രാറ്റജി ആണല്ലോ, പായൽ സ്ട്രാറ്റജി. ആ സീരിയസ്ലി അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാ. അതായത് ഈ 16 കൊല്ലം കൊണ്ട് 8000 നമ്പർ ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്പർ 1, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു കാര്യം ഉറപ്പം, വർഷം 500 എന്ന് പറയുന്നത് ഒരിക്കലും ആദ്യത്തെ 4-5 വർഷങ്ങൾ 500 ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. 10, 20, 30, 100 ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ലാസ്റ്റ് വർഷങ്ങളായിരിക്കും കൂടിയിട്ടുണ്ടാവുക. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതാണ് അതിന്റെ അതല്ലേ സർവീസറെ? കോമ്പൗണ്ട്. യെസ്. പക്ഷെ ഇതിൽ വേറെ സംഭവം എന്തറിയോ? നൗ ഹി നോ ഹൗ ടു ഗെറ്റ് മോർ പീപ്പിൾ. കാരണം അദ്ദേഹത്തിന് പേഴ്സണൽ ടെസ്റ്റിമോണിയൽസ് ഒരുപാടുണ്ട് ആൻഡ് ഓൺലൈൻ സപ്പോർട്ട്സ് ഒരുപാടുണ്ട്. ഒരു 5 വർഷം മുന്നാണെങ്കിൽ ഇതിനെപ്പറ്റി പറയൂല, എങ്ങനെ പറയില്ല? ഇല്ല. അന്ന് നേരെ പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ സ്ട്രാറ്റജിയും ടാക്ടിക്സും ഉണ്ട്. അറിയോ നിങ്ങൾക്ക് വ്യത്യാസം അറിയോ? രണ്ടും ഒന്നാ, അർത്ഥം ഒന്നാ. സ്ട്രാറ്റജിയും ടാക്ടിക്സും. തന്ത്രം ആണ് സ്ട്രാറ്റജി, അതന്നെ ടാക്ടിക്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം വിഷനിലേക്ക് നിങ്ങൾ എടുക്കുന്ന ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ടാക്ടിക്സ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 7000 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജയരാജ് ചെയ്യുന്ന ആക്ഷൻ എന്താണോ അത് സ്ട്രാറ്റജിയാണ്. എന്നാൽ ഇന്നൊരു സ്റ്റാഫ് ലീവാണ്, അതിൽ പക്ഷെ പേയ്മെന്റ് കിട്ടണം, അതിനെന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ടാക്ടിക്സ്. വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് സ്ട്രാറ്റജി തിങ്കർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. He must take tactics also, he must take strategy also.